ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ അഡ്മിഷനും ലാഭവും ലഭിക്കുമെന്ന വാഗ്ദാനത്തിൽ കുടുങ്ങിയ ധർമ്മടം സ്വദേശിനിക്ക് 69,288 രൂപ നഷ്ടപ്പെട്ടു. പണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നും അഡ്മിഷൻ എടുത്തു നൽകുമ്പോൾ റീഫണ്ട് ചെയ്യുമെന്നും പറഞ്ഞ് പണം വാങ്ങിയെടുത്ത ശേഷം പ്രോഫിറ്റ് നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. കേരളത്തിൽ 200ഓളം പേരുടെ പണം ഇതുപോലെ നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. ധർമ്മടം സ്വദേശി ഉൾപ്പെടെ 200ഓളം പേർക്ക് ഇങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടതെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് ഡ്രോൺ വാങ്ങുന്നതിനായി പണം നൽകിയ വളപട്ടണത്തെ അതിഥി തൊഴിലാളിക്ക് നഷ്ടപ്പെട്ടത് 42,318 രൂപയാണ്. പരാതിക്കാരിയുടെ സുഹൃത്തെന്ന വ്യാജേന വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത മയ്യിൽ സ്വദേശിക്ക് 15,000 രൂപ നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട്. വാട്സപ്പ് വഴി ട്രേഡിംഗ് ചെയ്യാനെന്ന് പറഞ്ഞ് വിളിക്കുകയും എളുപ്പത്തിൽ ട്രേഡിംഗ് ചെയ്യാൻ AI സോഫ്റ്റ്വെയർ വാങ്ങണമെന്നും അതിനുള്ള തുകയെന്നും പറഞ്ഞ് പിണറായി സ്വദേശിയിൽ നിന്നും 14,998 രൂപ തട്ടിയെടുത്തതായാണ് മറ്റൊരു പരാതി. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും വീഡിയോ കോൾ എടുക്കാതിരിക്കണമെന്നും സൈബർ പോലീസ് വ്യക്തമാക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിക്കുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.